ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BSc മാത്സ് ഫസ്റ്റ് ഇയർ സെം 1ൻ്റെ 7ാമത്തെ ക്ലാസ് നോക്കാം. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ലോജിക്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ലോജിക് ഈ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 2ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, നൊട്ടേഷൻ എന്താണ് ഇവിടെ നൊട്ടേഷൻ? A subset of B means every element in A is also an element of B. നോക്കിയേ, നൊട്ടേഷൻ നോക്കിയേ, A subset of B. എന്താണ് A subset of B? A subset of B എന്ന് വെച്ചാൽ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ടായിരിക്കണം. എയിലുള്ള എല്ലാ എലമെൻസും ബിയിലെ എലമെന്റ് ആയിരിക്കണം. ഇതാണ് എ സബ്സെറ്റ് ഓഫ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലെ എലമെന്റ് ആയിരിക്കണം. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുണ്ടായിരിക്കണം. ഇതാണ് സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് +1 പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ട് എങ്ങനെ ഈ എ സബ്സെറ്റ് ഓഫ് ബി എഴുതാൻ നോക്കാം. നോക്കിയേ, എ സബ്സെറ്റ് ഓഫ് ബി എങ്ങനെ എഴുതുന്നത്? നമുക്കറിയാം എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിൽ വേണം. അതെങ്ങനെ എഴുതുന്നത് നോക്കിയേ, ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ, എയിലുള്ള എല്ലാ എക്സും ബിയിലും വേണം. കണ്ട, ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ, എക്സ് ബിലോങ്സ് ടു ബി, എയിലുള്ള എല്ലാ എക്സും ബിയിലുണ്ട്. ക്ലിയർ അല്ലേ? അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ, എക്സ് ബിലോങ്സ് ടു ബി, എയിലുള്ള എക്സും അല്ലെ ബിയിലും വേണം. ഓക്കെ അല്ലേ? ഇതാണ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് വെച്ചിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയടാ, റൈറ്റ് ദി നെഗേഷൻ ഓഫ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബിയുടെ നെഗേഷൻ. സിംപ്ലി എ സബ്സെറ്റ് ഓഫ് ബിയുടെ നെഗേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബിയുടെ നെഗേഷൻ എന്താണ്? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ അല്ലേ? അപ്പം എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബിയെ നമുക്ക് എന്ത് ചെയ്യാം? ക്വാണ്ടിഫയർ വെച്ചിട്ട് എഴുതാം. അപ്പൊ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലെ. നമ്മളുടെ എ സബ്സെറ്റ് ഓഫ് ബി എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാല്, there exist an element in A. എയിൽ ഒരു എലമെന്റ് ഉണ്ട്, which is not an element of B. അത് ബിയിലില്ല. എയിൽ ഒരു എലമെന്റ് ഉണ്ട്, ആ എലമെന്റ് ബിയിലെ എലമെന്റ് അല്ല. എയിൽ ഒരു എലമെന്റ് ഉണ്ട്, ആ എലമെന്റ് ബിയിലില്ല. ഇതാണ് എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക, എ സബ്സെറ്റ് ഓഫ് ബി നോക്കിയേ, എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിൽ വേണം. അപ്പൊ അതിന്റെ നെഗേഷൻ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്താണ്? എയിലുള്ള ഒരാള് അല്ലെങ്കിൽ എയിലുള്ള ഒരാളെങ്കിലും ബിയിലില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി, എയിലുള്ള ഒരാളെങ്കിലും ബിയിലില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, there exist an element in A. എയിൽ എന്താ ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ എലമെന്റ് which is not an element of B, ബിയിലെ എലമെന്റ് അല്ല. ഓക്കെ അല്ലേ? ഇതാണ് എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ ഇത് ക്വാണ്ടിഫയർ വെച്ച് എഴുതി നോക്കിയേ, എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എങ്ങനെ എഴുതിയത്? there exist x belongs to A. എയിൽ ഒരു എക്സ് ഉണ്ട്, അല്ലെങ്കിൽ എയിൽ ഒരു എക്സ് എങ്കിലും ഉണ്ട്. there exist x belongs to A. ആ എക്സ് എന്താണ്? നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി, ബിയിലില്ല. ഇതാണ് എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. കണ്ടാ, നിങ്ങൾ സബ്സെറ്റ് ഓഫ് ബി എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നോക്കിയേ, ഇവിടെ 4 വരെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ there exist ആയി. കണ്ടാ, ഇവിടെ എക്സ് ബിലോങ്സ് ടു ബി ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇങ്ങനെ കമ്പയർ ചെയ്ത് എന്താ നമുക്ക് നെഗേഷൻ എഴുതാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത്. അല്ലാതെ നമുക്ക് എന്താ നെഗേഷൻ ഇങ്ങനെ എന്താണ് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും.
പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് അറിയാന്നാണ് മെയിൻ ആയിട്ടുള്ള വേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദി സ്ക്വയർ ഓഫ് എവരി റിയൽ നമ്പർ ഈസ് നോൺ നെഗറ്റീവ്. അല്ലെ, എവരി റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ ചിന്തിക്കണം? എല്ലാ റിയൽ നമ്പറും. എവരി റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ റിയൽ നമ്പറും, ഓൾ റിയൽ നമ്പേഴ്സ്. ഇതാണ് എവരി റിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പൊ അതിന്റെ എന്താണ്? സ്ക്വയർ. എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും സ്ക്വയർ അല്ലെ. ദ സ്ക്വയർ ഓഫ് എവരി റിയൽ നമ്പർ ഈസ് നോൺ നെഗറ്റീവ്. നോൺ നെഗറ്റീവ് ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. സ്ക്വയർ ഓഫ് എവരി റിയൽ നമ്പർ ഈസ് നോൺ നെഗറ്റീവ്. എല്ലാ റിയൽ നമ്പറിന്റെയും സ്ക്വയർ അല്ലെങ്കിൽ ഓരോ റിയൽ നമ്പറിന്റെയും സ്ക്വയർ എന്താണ്? നോൺ നെഗറ്റീവ് ആണ്. അത് ക്വാണ്ടിഫയർ വെച്ച് എഴുതിയാൽ നോക്കിയേ. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറഞ്ഞതാണ് റിയൽ നമ്പേഴ്സ്. ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് സ്ക്വയർ കണ്ട സ്ക്വയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് സ്ക്വയർ എടുത്ത് ആ സ്ക്വയർ എന്താണ്? നോൺ നെഗറ്റീവ് ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നോക്കിയേ. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ നെഗേഷൻ എന്ത് വരും? സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും സ്ക്വയർ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ നെഗേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ നോൺ നെഗറ്റീവ് അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പറിന്റെ എങ്കിലും സ്ക്വയർ നോൺ നെഗറ്റീവ് അല്ല, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ നോക്കിയേ, ദ സ്ക്വയർ ഓഫ് എവരി റിയൽ നമ്പർ ഈസ് നോൺ നെഗറ്റീവ്. എല്ലാ റിയൽ നമ്പറിന്റെയും സ്ക്വയർ നോൺ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗേഷൻ എന്ത് വരും? ഒരു റിയൽ നമ്പറിന്റെ എങ്കിലും സ്ക്വയർ നോൺ നെഗറ്റീവ് അല്ലെന്ന് പറഞ്ഞാൽ മതി. കണ്ടോ? അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നെഗേഷൻ നോക്കിയേ, ദ സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ ഈസ് നെഗറ്റീവ്. കണ്ടാ? നോൺ നെഗറ്റീവ് അല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? നോൺ നെഗറ്റീവ് അല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നെഗറ്റീവ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ദ സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ, ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ എന്താണ്? നെഗറ്റീവ് ആണ്. ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടെ ഈ സ്റ്റേറ്റ്മെന്റ് പറയാവേ. ദ സ്ക്വയർ ഓഫ് എവരി റിയൽ നമ്പർ ഈസ് നോൺ നെഗറ്റീവ് എന്ന് വെച്ചാൽ എല്ലാ റിയൽ നമ്പറിന്റെയും സ്ക്വയർ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. എല്ലാ റിയൽ നമ്പറിന്റെയും സ്ക്വയർ പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ നെഗേഷൻ എങ്ങനെ പറയാം? ഒരു റിയൽ നമ്പറിന്റെയെങ്കിലും സ്ക്വയർ, അല്ലെ? ദേർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ, അതിന്റെ സ്ക്വയർ എന്താണ്? നെഗറ്റീവ് ആണെന്ന് പറയണം. ഈസ് നെഗറ്റീവ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ക്വാണ്ടിഫയർ വെച്ച് എഴുതാം. ദ സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ, ഒരു റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? ദേർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് സ്ക്വയർ എന്തായിരിക്കണം? ഇവിടെ എന്താണ്? നോൺ നെഗറ്റീവ്. കണ്ട, ഇവിടെ നോൺ നെഗറ്റീവ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നോൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം, പ്രശ്നമില്ല. 0 എന്താണ്? നോൺ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് എന്ന് പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0. ഓക്കെ അല്ലേ? ദേർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു ആർ. ആ റിയൽ നമ്പറിൽ ഒരു റിയൽ നമ്പർ ഉണ്ട്. ആ റിയൽ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? എക്സ് സ്ക്വയർ, അതിന്റെ സ്ക്വയർ ലെസ് ദാൻ 0 ആണ്. അതിന്റെ സ്ക്വയർ നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നെഗേഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? ആ ഒരു മെന്റാലിറ്റി എന്ത് ചെയ്യണം? ആ ഒരു മൈൻഡിൽ നിങ്ങൾ ചിന്തിക്കണം നെഗേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയേ. സപ്പോസ് എ ഈസ് എ നോൺ എം ഡി സെറ്റ്. എ എന്താണ്? നോൺ എം ഡി സെറ്റ് ആണ്. എന്ന് വെച്ചാൽ എയിൽ എന്താ? ഒരു എലമെന്റ് എങ്കിലും ഉണ്ട്. എയിൽ ഒരു എലമെന്റ് എങ്കിലും ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കണം. എ ഈസ് എ നോൺ എം ഡി സെറ്റ്. നോൺ എം ഡി സെറ്റ്. അപ്പൊ എ എന്താണ്? എം ഡി അല്ലെന്ന് മനസ്സിലായി. എ എന്താണ്? കാലിയല്ല. എയിൽ എന്താ? ഒരാളെങ്കിലും ഉണ്ട്, അല്ലെ? എത്ര പേര് വേണമെങ്കിലും ആകാം. ഏറ്റവും കുറഞ്ഞ അതിൽ എന്താ? ഒരാളെങ്കിലും ഉണ്ട്. അതാണ് എ ഈസ് എ നോൺ എം ഡി സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ് റിയൽ നമ്പേഴ്സ്, അല്ലെ? റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ് എ. ഇവിടെ നോക്കിയാൽ ആൽഫ.
ആൽഫ ഈസ് എ റിയൽ നമ്പർ. ആൽഫ എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്. ആൽഫ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ദെൻ വി സേ ദാറ്റ് ആൽഫ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ. ആൽഫ എന്താണ്? സെറ്റ് എന്റെ അപ്പർ ബൗണ്ട് ആണ്. ഈ അപ്പർ ബൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണെന്താ നമ്മൾ ഇനിയും വരുന്ന ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിക്കും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എ എന്ന് പറയുന്നത് ഒരു നോൺ എം ഡി സെറ്റ് ആണ്, അല്ലെ? റിയൽ നമ്പേഴ്സിന്റെ ഒരു നോൺ എം ഡി സെറ്റ് ആണ്. ആൽഫ എന്താണ്? ആൽഫ ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ എന്ന് പറയുന്നത് സെറ്റ് എന്റെ അപ്പർ ബൗണ്ട് ആണ്. ആൽഫ എന്താണ്? സെറ്റ് എന്റെ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇവിടെ അതിന്റെ ക്വാണ്ടിഫയർ എഴുതി നോക്കിയേ. എ സച്ച് ദാറ്റ്, എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് എപ്പോഴാണ്? ഇഫ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. എയിലുള്ള എല്ലാ എലമെന്റും എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ആ എലമെന്റ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ആൽഫനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ, അല്ലെ? ആൽഫയോട് ഈക്വൽ ആകാം, അല്ലെങ്കിൽ എന്താണ്? ലെസ് ദാൻ ആണ്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓക്കെ അല്ലേ? അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എക്സിനേക്കാൾ വലുതായിരിക്കും. ആൽഫ എന്താണ്? എക്സിനേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ആൽഫ എക്സിനേക്കാൾ ചെറുത് വരത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ. എയിലുള്ള എല്ലാ എക്സും പ്രത്യേകത എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഇതാണ് അപ്പർ ബൗണ്ട്. അപ്പൊ ഇതിന്റെ നെഗേഷൻ നമുക്ക് എങ്ങനെ പറയാം? നെഗേഷൻ എങ്ങനെ പറയാം? there exist x belongs to a. എ എന്ന് പറഞ്ഞ സെറ്റില് ഒരു എക്സ് ഉണ്ട്. ആ എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. എക്സ് എന്താണ്? ആൽഫയേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് ആൽഫ അപ്പർ ബൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ നെഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ആൽഫ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ. ആൽഫ എന്താണ്? എന്റെ അപ്പർ ബൗണ്ട് അല്ല. കാരണം എന്താ? there exist x belongs to എ എന്ന് പറഞ്ഞ സെറ്റില് ഒരു എക്സ് ഉണ്ട്, ഒരു എലമെന്റ് ഉണ്ട്, ഒരു എലമെന്റെങ്കിലും ഉണ്ട്, അല്ലെ? ഏറ്റവും കുറഞ്ഞത് ഒരു എലമെന്റെങ്കിലും ഉണ്ട്. ആ എലമെന്റിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. എന്താണ്? ആൽഫയേക്കാൾ വലുതാണ്, ഗ്രേറ്റർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആൽഫ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ. ആൽഫ എന്താണ്? എയുടെ അപ്പർ ബൗണ്ട് അല്ല. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ടോപ്പിക്, സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ക്വാണ്ടിഫയേഴ്സ്. സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ക്വാണ്ടിഫയേഴ്സ്. മൾട്ടിപ്പിൾ ക്വാണ്ടിഫയേഴ്സ്, അല്ലെ? ഒന്നിലധികം ക്വാണ്ടിഫയേഴ്സ് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. S1 നോക്കിയേ. ഇൻ എവരി ഷെൽഫ് ഇൻ ദി ലൈബ്രറി. ഒരു ലൈബ്രറിയിലുള്ള എല്ലാ ഷെൽഫും, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലുള്ള ഓരോ ഷെൽഫും. ഓരോ ഷെൽഫ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരും? എല്ലാ ഷെൽഫും ഉൾപ്പെടും. അവിടെ എന്താണ്? there is a മാത്സ് ബുക്ക്. അവിടെ നിന്നാണ് ഒരു മാത്സ് ബുക്ക് ഉണ്ട് എന്ന് വെച്ചാല് ഓരോ ഷെൽഫിലും, ആ ലൈബ്രറിയിലുള്ള ഓരോ ഷെൽഫിലും ഒരു മാത്സ് ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാത്സ് ബുക്ക് എങ്കിലും ഉണ്ട്. അങ്ങനെയും പറയാം. ഇൻ എവരി ഷെൽഫ് ഇൻ ദി ലൈബ്രറി. ആ ലൈബ്രറിയിലുള്ള ഓരോ ഷെൽഫിലും ഒരു മാത്സ് ബുക്ക് എങ്കിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ നെഗേഷൻ എങ്ങനെ പറയാം? എവരി ഷെൽഫ്, അല്ലെ? ഓരോ ഷെൽഫിലും. അപ്പൊ അതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഷെൽഫ് എന്ന് പറയാം. ഒരു ഷെൽഫില് എന്താണ്? ഒരു ഷെൽഫില് മാത്സ് ബുക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇൻ എവരി ഷെൽഫ് ഇൻ ദി ലൈബ്രറി. ആ ലൈബ്രറിയിലുള്ള എല്ലാ ഷെൽഫിലും there is a മാത്സ് ബുക്ക്, അല്ലെ? ഓരോ ഷെൽഫിലും എന്താണ്? ഒരു മാത്സ് ബുക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ നെഗേഷൻ എങ്ങനെ പറയാം? ഒരു ഷെൽഫെങ്കിലും, അല്ലെ? ഒരു ഷെൽഫിൽ എന്താണ്? മാത്സ് ബുക്ക് ഇല്ല. ഒരു ഷെൽഫെങ്കിലും ആ ലൈബ്രറിയിൽ കാണും. ആ ഷെൽഫിൽ എന്താണ്? ഒരു മാത്സ് ബുക്ക് ഇല്ല. ആ ഷെൽഫിൽ എന്താണ്? ഒരു മാത്സ് ബുക്ക് ഇല്ല. ഒരു മാത്സ് ബുക്ക് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവിടെ എന്താണ്? ആ ഷെൽഫില് മൊത്തം ബുക്കും എന്താ? മാത്സ് ബുക്ക് അല്ലെന്ന് പറയണം. ആ ഷെൽഫിലെ മൊത്തം ബുക്ക് എന്താണ്? മാത്സ് ബുക്ക് അല്ലെന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് ആലോചിച്ചെടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ക്വാണ്ടിഫയേഴ്സ് ആക്കി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം? ഫോർ എവരി എസ് ബിലോങ്സ് ടു എൽ. എസ് എന്ന് പറഞ്ഞാൽ ഷെൽഫ്, എൽ എന്താണ്? ലൈബ്രറി. ഫോർ എവരി എസ് ബിലോങ്സ് ടു എൽ. ആ ലൈബ്രറിയിലുള്ള എല്ലാ ഷെൽഫിലും there exist
സ്മോൾ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുക്ക്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ള മൊത്തവും ബുക്ക്. അപ്പം there exist ബി ബിലോങ്സ് ടു ബി. അവിടെ എന്താണ്? ആ മൊത്തവും ബുക്കിൽ എന്താ? ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പ്രത്യേകത എന്താണ്? ബി ഈസ് എ മാക്സ് ബുക്ക്. ആ ബുക്ക് എന്താണ്? ഒരു മാക്സ് ബുക്കാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് അതിനെ നോട്ടസ് എഴുതാം. എങ്ങനെ എഴുതാം? there exist എസ് ബിലോങ്സ് ടു എൽ. അല്ലേ? ആ ലൈബ്രറിയിൽ ഒരു ഷെൽഫെങ്കിലും ഉണ്ട്. ആ ലൈബ്രറിയിൽ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ എന്താണ്? ഫോർ എവരി ബി ബിലോങ്സ് ടു ബി. ഫോർ എവരി ബി ബിലോങ്സ് ടു ബി. ആ ഷെൽഫിലെ എല്ലാ ബുക്കും എന്താണ്? നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ബി ഈസ് നോട്ട് എ മാക്സ് ബുക്ക്. ബി എന്താണ്? മാക്സ് ബുക്ക് അല്ല. ബി ഈസ് നോട്ട് എ മാക്സ് ബുക്ക്. ആ ഷെൽഫിലുള്ള എല്ലാ ബുക്കും എന്താണ്? മാക്സ് ബുക്ക് അല്ല. ഇതാണ് നെഗേഷനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് അതിൻ്റെ കറക്റ്റ് ആ ഒരു മെത്തേഡ് ഓഫ് തിങ്കിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ അല്ലേ? അപ്പം അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, there is a shelf in the library. ആ ലൈബ്രറിയിൽ ഒരു ഷെൽഫ് ഉണ്ട്. there is a shelf in the library. ആ ലൈബ്രറിയിൽ ഒരു ഷെൽഫ് ഉണ്ട്. in which all books are story books. ആ ഷെൽഫിലുള്ള എല്ലാ ബുക്സും എന്താണ്? സ്റ്റോറി ബുക്സ് ആണ്. ആ ഷെൽഫിലുള്ള എല്ലാ ബുക്സും സ്റ്റോറി ബുക്സ് ആണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ ക്വാണ്ടിഫയേഴ്സ് ആക്കി എഴുതാൻ നോക്കിയേ. there exist എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൽ. ഫോർ എവരി ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. ബി ഈസ് എ സ്റ്റോറി ബുക്ക്. കണ്ടോ? ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അതിനെ നോട്ട് ടെസ്റ്റ് ടു നെഗേഷൻ എന്ത് വരും? there is a shelf in the library. അപ്പോൾ അതിന്റെ നെഗേഷൻ എന്ത് വരും? in every shelf in the library. കണ്ടോ? which all books are story books. അപ്പോൾ നമുക്ക് എന്ത് പറയാം? there is not a story book. അല്ലെ? there is not a story book. അവിടെ എന്താണ്? ഒരു സ്റ്റോറി ബുക്ക് ഇല്ല. എവരി ഷെൽഫ് ഇൻ ദി ലൈബ്രറി. ആ ലൈബ്രറിയിലുള്ള എല്ലാ ഷെൽഫിലും ഒരു സ്റ്റോറി ബുക്ക് ഇല്ല. അതാണ് നെഗേഷനായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? for every s belongs to L, there exist small b belongs to capital B. B is not a story book. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ. വേണ്ട, ഇപ്പോൾ എന്താ ഇവിടെ മൾട്ടിപ്പിൾ ക്വാണ്ടിഫയേഴ്സ് വന്നണ്ട. അതുകൊണ്ടാണ് നമ്മളുടെ ഇതിൻ്റെ ടോപ്പിക്ക് എന്ത് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് മൾട്ടിപ്പിൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആകും. കൺസിഡർ ദിസ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ഈച്ച് ട്രീ ഇൻ ദി ഓർച്ചഡ് we can find a branch on which all of the leaves are green. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഇൻ ഈച്ച് ട്രീ ഇൻ ദി ഓർച്ചഡ്. ആ ഓർച്ചഡിലുള്ള ഓരോ ട്രീയിലും, ആ ഓർച്ചഡിലുള്ള എല്ലാ ട്രീയിലും വി ക്യാൻ ഫൈൻഡ് എ ബ്രാഞ്ച്. നമുക്കൊരു ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ ബ്രാഞ്ചിന്റെ പ്രത്യേകത എന്താണ്? ഓൺ വിച്ച് ഓൾ ഓഫ് ദി ലീവ്സ്. ആ ബ്രാഞ്ചിലുള്ള എല്ലാ ലീവ്സും ഗ്രീൻ ആണ്. ഒന്നുകൂടെ പറയാം. ഒരു ഓർച്ചഡിലുള്ള എല്ലാ ട്രീയിലും, അല്ലെങ്കിൽ ഒരു ഓർച്ചഡിലുള്ള ഓരോ ട്രീയിലും നമുക്കൊരു ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ ബ്രാഞ്ചിലെ എല്ലാ ലീവ്സും ഗ്രീൻ ആണ്. ആ ബ്രാഞ്ചിലെ എല്ലാ ലീവ്സും ഗ്രീൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ. റൈറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്സ് യൂസിങ് ക്വാണ്ടിഫയർ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ക്വാണ്ടിഫയർ വെച്ചിട്ട് എഴുതണം. ഓൾസോ റൈറ്റിംഗ് നെഗേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് എൻ്റെ നെഗേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് എൻ്റെ ക്വാണ്ടിഫയർ നോക്കാം. നോക്കിയേ. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ആ ഓർച്ചഡിലുള്ള ഒരു ടി, ഒരു ട്രീ. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൊത്തം ട്രീ. ബി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൊത്തം ബ്രാഞ്ച്. എൽ എന്ന് പറഞ്ഞാൽ ഒരു ലീഫ്. എൽ ബി എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിലുള്ള എല്ലാ ലീഫും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എഴുതി നോക്കിയേ.
ഫോർ എവരി ടി ബിലോങ്സ് ടു ടി, ആ ഓർച്ചഡിലുള്ള എല്ലാ ട്രീയും there exist b belongs to capital BT, അല്ലെ? അവിടെ എന്താണ്, ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ട്രീയിലെ മൊത്തം ബ്രാഞ്ചിൽ എന്താ, ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൽ എന്താണ്, ഫോർ എവരി എൽ ബിലോങ്സ് ടു ക്യാപിറ്റൽ LB. ആ ബ്രാഞ്ചിലുള്ള എല്ലാ ലീവ്സും നോക്കുമ്പോഴത്തേക്ക്, എല്ലാ ഇലകളും നോക്കുമ്പോൾ, ആ ബ്രാഞ്ചിലുള്ള എല്ലാ ഇലകളും നോക്കുമ്പോൾ അതിലൊരു ഇല എന്താണ്, എൽ ഈസ് ഗ്രീൻ. എന്താണ് എൽ ഈസ് ഗ്രീൻ? അപ്പം ഇത് നമ്മളിങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്താ കറക്റ്റ് അത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കുക. അപ്പോഴാണ് എന്താ കറക്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ എന്തോരം പറഞ്ഞാലും എന്താണ്, നിങ്ങൾക്ക് അത് കറക്റ്റ് നിങ്ങളുടെ മൈൻഡിലോട്ട് കയറില്ല. അപ്പം സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഇതിനെ നോട്ടസ് നോക്കിയേ. ദർ ഈസ് എ ട്രീ ഇൻ ദി ഓർച്ചഡ്. ആ ഓർച്ചഡിൽ ഒരു ട്രീ ഉണ്ട്. ദർ ഈസ് എ ട്രീ ഇൻ ദി ഓർച്ചഡ്. ആ ഓർച്ചഡിൽ ഒരു ട്രീ ഉണ്ട്. വി ക്യാൻ ഫൈൻഡ് ഓൾ ദി ബ്രാഞ്ചസ്. ആ ട്രീയിലുള്ള എല്ലാ ബ്രാഞ്ചും നോക്കുമ്പോഴത്തേക്ക് ഓൺ വിച്ച് എ ലീഫ് ആർ നോട്ട് ഗ്രീൻ, അല്ലേ? അവിടെ എന്താണ്, ഒരു ഇലയുണ്ട്. ആ ഇല എന്താണ്, ഗ്രീൻ അല്ല. ഇതാണ് ഇതിൻ്റെ നോട്ടസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? there is a tree എങ്ങനെ എഴുതും? there exist t belongs to capital T. we can find all branch, അല്ലേ? all branch എന്ന് പറയുമ്പോൾ for every small b belongs to capital BT. അവിടെ നിന്നാണ് ഓൺ വിച്ച് എ ലീഫ് ആർ നോട്ട് ഗ്രീൻ. ഒരില എന്താണ്, ഗ്രീൻ അല്ല. അതെങ്ങനെ എഴുതാം? there exist L belongs to capital LB. എല്ലിന്റെ പ്രത്യേകത എന്താണ്? നോട്ട് ഗ്രീൻ. എൽ ഈസ് നോട്ട് ഗ്രീൻ. ഓക്കെ അല്ലേ? അടുത്തത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ്, കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഇനി അങ്ങോട്ടുള്ളത്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നോക്കിയേ, ഞാൻ വായിക്കാം. എ സ്റ്റേറ്റ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേറ്റ്മെന്റ്സ് ജോയിൻഡ് ബൈ ആൻഡ് ഈസ് കോൾഡ് എ കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്താണ് ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, അതെന്താ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതും എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്താ, രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണും. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കാണും. ഇതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആൻഡ് വെച്ചിട്ടാണ്. ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം, അല്ലെ ഈ കൺജക്ഷൻ എന്നും പറയാം. രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ആൻഡ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്ന കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതിന്റെ ഫോം നോക്കിയേ, എസ് ആൻഡ് ടി. എസ് ആൻഡ് ടി കണ്ട, എസ് ആൻഡ് ടി, ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഇവിടെ എസും ടിയും എന്താണ്, എസും ടിയും രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. എസും ടിയും എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ അല്ലേ? കണ്ട, എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയും ടി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെയും ഇവിടെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇതാണ് കൺജക്ഷൻ, അല്ലേ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദി ഹിൽ. കണ്ട, ഇവിടെ എന്താണ്, ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദി ഹിൽ. ജാക്കും ജില്ലും എന്താണ്, വെന്റ് അപ്പ് ദി ഹിൽ. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി റിട്ടേൺ ആസ്. എങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാക്കി എഴുതാം? നോക്കിയേ, എസ് നോക്കിയേ, ജാക്ക് വെന്റ് അപ്പ് ദി ഹിൽ. കണ്ട, ജാക്ക് വെന്റ് അപ്പ് ദി ഹിൽ. ടി നോക്കിയേ, ജിൽ വെന്റ് അപ്പ് ദി ഹിൽ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ദി ബോയ് ഈസ് ഇന്റലിജന്റ് ആൻഡ് ഹാൻസം. കണ്ടോ, അവിടെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ച്. എങ്ങനെ എഴുതാം? ദി ബോയ് ഈസ് ഇന്റലിജന്റ്, ദി ബോയ് ഈസ് ഹാൻസം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ. നെയ്തർ മൈ ഫാദർ നോർ ഐ ഹാവ് സ്റ്റഡീഡ് ഹിസ്റ്ററി. എൻ്റെ ഫാദറും ഞാനും ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. ഫാദറും
ഞാനും ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് നമുക്കൊന്നുകൂടെ മാറ്റി എഴുതാം. നോക്കിയേ, മൈ ഫാദർ, കണ്ടാ ഇവിടെ എന്താണ് ആൻഡ് വന്നിട്ടില്ലല്ലേ, ആൻഡ് വന്നിട്ടില്ല. അപ്പൊ ആൻഡ് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. മൈ ഫാദർ ഹാസ് ഇൻ സ്റ്റഡി ഹിസ്റ്ററി, എൻ്റെ ഫാദർ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. ആൻഡ് പിന്നെന്താണ്, ഐ ഹാവ് സ്റ്റഡീഡ് ഹിസ്റ്ററി, ഞാനും ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. കണ്ടാ ഇങ്ങനെ നമുക്ക് ആൻഡ് വെച്ച് എഴുതാം. അപ്പൊ എസും ടിയും എങ്ങനെ എഴുതാം, എസ് നോക്കിയേ മൈ ഫാദർ ഹാസ് ഇൻ സ്റ്റഡി ഹിസ്റ്ററി, ടി നോക്കിയേ ഐ ഹാവ് ഇൻ സ്റ്റഡീഡ് ഹിസ്റ്ററി, ഐ ഹാവ് ഇൻ സ്റ്റഡീഡ് ഹിസ്റ്ററി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഒരുമിച്ച് എഴുതുന്നതിനാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കൺജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പാരഗ്രാഫ്. നോക്കിയേ, പാരഗ്രാഫ് നോക്കിയേ, എ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേറ്റ്മെന്റ്. അവിടെ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പക്ഷെ എങ്ങനെയാ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്, ബൈ ഓർ വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പാരഗ്രാഫ് എന്ന് പറയുന്നത്. പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ എന്താണ്, ഓർ വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കാണും. കണ്ടോ, അതിന്റെ ഫോം നോക്കിയേ, എസ് ഓർ ടി. എക്സാമ്പിൾ നോക്കിയേ, ദി ബുക്ക് ബിലോങ്സ് ടു എയ്തർ ജോൺ ഓർ ടോം. ആ ബുക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ ജോണിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ടോമിന്റെ കയ്യിലാണ്. ജോണിന്റെ കയ്യിൽ അല്ലെങ്കിൽ ടോമിന്റെ കയ്യിൽ. ഇതാണ് ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതാൻ നോക്കിയേ, ദി ബുക്ക് ബിലോങ്സ് ടു ജോൺ, ടി എന്ത് വരും, ദ ബുക്ക് ബിലോങ്സ് ടു ടോം. ഓക്കെ അല്ലേ? അടുത്തൊരു നോട്ട് നോക്കിയേ, ദി കൺജക്ഷൻ എസ് ആൻഡ് ടി അല്ലെ, എസ് ആൻഡ് ടി ഇതെന്താണ്, കൺജക്ഷൻ ആണ്. ഈസ് ട്രൂ, എസ് ആൻഡ് ടി ട്രൂ മീൻസ് ദാറ്റ് ഈച്ച് ഓഫ് എസ് ആൻഡ് ടി ഈസ് ട്രൂ. എന്താണ് സംഭവം, ഇവിടെ നോക്കിയേ, എസ് ആൻഡ് ടി ഇതെന്താണ്, കൺജക്ഷൻ ആണ്. ഈ കൺജക്ഷൻ എപ്പോഴാണ് ട്രൂ ആകുന്നത്, എപ്പോഴാണ് ഈ കൺജക്ഷൻ ശരിയാണെന്ന് പറയാൻ പറ്റുന്നത്, ദാറ്റ് ഈച്ച് ഓഫ് എസ് ആൻഡ് ടി, ഈച്ച് ഓഫ് എസ് ആൻഡ് ടി എന്ന് വെച്ചാൽ എസും ടിയും ട്രൂ ആകണം, എസും ടിയും ട്രൂ ആകണം, അത് രണ്ടും ഒരുമിച്ച് ട്രൂ ആവണം, അത് രണ്ടും ട്രൂ ആവണം. അപ്പോഴാണ് കൺജക്ഷൻ എസ് ആൻഡ് ടി ട്രൂ ആണെന്ന് പറയാൻ പറ്റുന്നത്. എസും ടിയും ട്രൂ ആണെങ്കിൽ എന്താണ്, എസ് ആൻഡ് ടി ട്രൂ ആണ്. ഓക്കെ അല്ലേ? എസ് ആൻഡ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എസും ടിയും, എസും ടിയും, എസും ഉണ്ട് ടിയും ഉണ്ട്. അപ്പൊ അത് ട്രൂ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും, എസും ട്രൂ ആകണം, ടിയും ട്രൂ ആകണം. കണ്ടാ, എസ് ആൻഡ് ടി ഈസ് ട്രൂ, അപ്പോഴാണ് കൺജക്ഷൻ എസ് ആൻഡ് ടി ട്രൂ ആകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ അടുത്തത് ദ ഡിസ്ജങ്ഷൻ എസ് ഓർ ടി. എസ് ഓർ ടി എന്താണ്, ഡിസ്ജങ്ഷൻ ആണ്. അതെപ്പോഴാണ് ട്രൂ ആകുന്നത്, മീൻസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ടു സ്റ്റേറ്റ്മെന്റ് എസ് ആൻഡ് ടി ഈസ് ട്രൂ. അറ്റ്ലീസ്റ്റ് വൺ, അതിൽ ഏറ്റവും കുറഞ്ഞ എന്താണ്, ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ മതി. ഒന്നില്ലെങ്കിൽ എസ് ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ ടി ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ എന്താ, രണ്ടും ട്രൂ ആയാലും പ്രശ്നമില്ല. അതാണ് ദ ഡിസ്ജങ്ഷൻ എസ് ഓർ ടി ഈസ് ട്രൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ടി, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചായാലും പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത് നോക്കിയേ, ലെറ്റ് എ ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എക്സ്. എയും ബിയും എന്താണ്, എക്സിന്റെ സബ്സെറ്റ് ആണ്. ആൻഡ് സ്മോൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. സ്മോൾ എക്സ് എന്താണ്, ക്യാപിറ്റൽ എക്സിലെ ഒരു എലമെന്റ് ആണ്. എയും ബിയും ക്യാപിറ്റൽ എക്സിന്റെ സബ്സെറ്റ് ആണ്. ആൻഡ് സ്മോൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്. സ്മോൾ എക്സ് എന്താണ്, ക്യാപിറ്റൽ എക്സിലെ ഒരു എലമെന്റ് ആണ്. അതെന്ത് വേണേലും ആയിക്കോട്ടെ. എ സബ്സെറ്റ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് ഇങ്ങനെ എഴുതാം. അടുത്ത ബി സബ്സെറ്റ് ഓഫ് എക്സിന് ഇങ്ങനെ എഴുതും, അറിയാലോ. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ദ സ്റ്റേറ്റ്മെന്റ് എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എന്താണ്? എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. കണ്ട, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നത്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എയിലും ഉണ്ട് എക്സ് ബിയിലും ഉണ്ട്. കണ്ട, എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അതാണ് എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. കണ്ട, കണ്ട, ആൻഡ് വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഇതെന്താ? അപ്പോൾ ഒരു കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ? കണ്ട, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ട, നമുക്ക് എന്താ പറയാ? ഒരു കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കൺജങ്ഷൻ. കണ്ട, ഈ കൺജക്ഷൻ ട്രൂ ആകണമെങ്കിൽ എന്താണ്? ഇത് രണ്ടും ട്രൂ ആകണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ് ബിലോങ്സ് ടു എ, എക്സ് എയിലും വേണം, എക്സ് ബിലോങ്സ് ടു ബി, എക്സ് ബിയിലും വേണം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് ദ സ്റ്റേറ്റ്മെന്റ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി അല്ലെ? എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. അതെങ്ങനെ എഴുതുന്നത്? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. കണ്ട, എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നില്ലെങ്കിൽ എക്സ് എയിൽ കാണും, അല്ലെങ്കിൽ എക്സ് ബിയിൽ കാണും, അല്ലെങ്കിൽ എക്സ് എന്താണ്? എയിലും കാണും ബിയിലും കാണും. ഇങ്ങനെയും പറയാം. കണ്ട, ഈ 3 രീതിയിൽ പറയാം. ഓക്കെ അല്ലേ? കണ്ട, ഇവിടെ ഓർ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ച്. അപ്പൊ ഇതെന്താണ്? ഡിസ്ജങ്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ട, ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ എപ്പോഴാണ് ശരിയാകുന്നത്? ഒന്നില്ലെങ്കിൽ എയിൽ കാണും, അല്ലെങ്കിൽ ബിയിൽ കാണും, അല്ലെങ്കിൽ രണ്ടിലും കാണുമെന്ന് പറയാം. അപ്പോഴാണ് ഡിസ്ജങ്ഷൻ ട്രൂ ആകുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നെഗേഷൻ ഓഫ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ നെഗേഷൻ നോക്കിയേ. ദ നെഗേഷൻ ഓഫ് എസ് ആൻഡ് ടി. എസ് ആൻഡ് ടി. എസ് ആൻഡ് ടി എന്താണ്? കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ നെഗേഷൻ എങ്ങനെയാ പറയുന്നത്? നോട്ട് എസ് ഓർ നോട്ട് ടി. നോട്ട് എസ് ഓർ നോട്ട് ടി. എസ് ആൻഡ് ടി എന്ന് പറയുമ്പം എസ്സിലും ഉണ്ട് ടിയിലും ഉണ്ട്. അതിന്റെ നെഗേഷൻ എന്ത് പറയാം? ഒന്നില്ലെങ്കിൽ എസ്സിലില്ല, അല്ലെങ്കിൽ ടിയിലില്ല. ഒന്നില്ലെങ്കിൽ എസ്സില് അല്ലെങ്കിൽ ടിയിൽ ഇല്ല. ഇങ്ങനെ പറയാം. ഒന്നില്ലെങ്കിൽ എസ്സില് അല്ലെങ്കിൽ ടിയിൽ ഇല്ല അല്ലേ? സ്റ്റേറ്റ്മെന്റ് എന്താണ്? എസ് ആൻഡ് ടി. എസ് ആൻഡ് ടി എന്ന് പറഞ്ഞാൽ എസ്സിലും ഉണ്ട് ടിയിലും ഉണ്ട്. അതിന്റെ നെഗേഷൻ എങ്ങനെ പറയാം? ഒന്നില്ലെങ്കിൽ എസ്സിലില്ല, അല്ലെങ്കിൽ ടിയിലില്ല അല്ലേ? എങ്ങനെ പറയാം? എസ്സില് അല്ലെങ്കിൽ ടിയില് ഇല്ല, ഇങ്ങനെ പറയാം. അതാണ് നോട്ട് എസ് ഓർ നോട്ട് ടി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയത് നെഗേഷൻ ഓഫ് എസ് ഓർ ടി. ഇതെന്താണ്? ഡിസ്ജങ്ഷൻ ആണ്. ഇതിന്റെ എങ്ങനെ പറയാം? നോട്ട് എസ് ആൻഡ് നോട്ട് ടി. എസ് ഓർ ടി എന്ന് വെച്ചാൽ എസ്സിലും അല്ലെങ്കിൽ ടിയില്, എസ്സില് അല്ലെങ്കിൽ ടിയില്. അതിന്റെ നെഗേഷൻ എങ്ങനെ പറയാം? എസ്സിലും ടിയിലും അല്ലെ? നോട്ട് എസ്. നോട്ട് എസ് എങ്ങനെ പറയും? എസ്സിലില്ല. നോട്ട് ടി എന്ന് പറയുമ്പോൾ ടിയിലും ഇല്ല അല്ലെ? എസ്സിലും ടിയിലും ഒരുമിച്ച് കാണാൻ പാടില്ല. എസ്സിലും ടിയിലും ഒരുമിച്ച് കാണാൻ പാടില്ല. എസ്സിലും ടിയിലും ഒരുമിച്ച് കാണാൻ പാടില്ല. അപ്പൊ അത് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആലോചിക്കുക. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഓക്കെ, നോക്കിയേ. ലെറ്റ് എ ആൻഡ് ബി ബി സബ്സെറ്റ് ഓഫ് എക്സ്. എയും ബിയും എന്താണ്? ക്യാപിറ്റൽ എക്സിന്റെ സബ്സെറ്റ് ആണ്. ആൻഡ് സ്മോൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. സ്മോൾ എക്സ് എന്നാണ് ക്യാപിറ്റൽ എക്സിന്റെ ഒരു എലമെന്റ് ആണ്. വെൻ ഈസ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി ട്രൂ. എപ്പോഴാണ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ട്രൂ ആകുന്നത്? അല്ലെങ്കിൽ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതും എന്താണ്? അതിന്റെ ആൻസർ തന്നെയാണ്. എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ശരിയാകുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് വേറെ രീതിയിലും കൂടെ എങ്ങനെ പറയാം? എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി അത് എങ്ങനെ എഴുതാമെന്നും കൂടെ നോക്കിയാൽ എന്താ? അതും എന്താണ്? ആൻസർ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട്
നമുക്ക് ഈ എക്സ് നോട്ട് ആൻ എലമെന്റിന്റെ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ നെഗേഷൻ നോക്കാം. ഇതിന് നെഗേഷൻ എന്ത് വരടാ? സിമ്പിൾ എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കണ്ട, ഇവിടെ നോട്ട് ആൻ എലമെന്റ്, അപ്പൊ അതിന്റെ നെഗേഷൻ എന്ത് വരും? എലമെന്റ് എന്ന് പറഞ്ഞു വരും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ? എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ അല്ലേ? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ എന്ത് വരണം? അപ്പം എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ നെഗേഷൻ ആണ് ഇത്. അപ്പൊ ഇതിന്റെ നെഗേഷൻ എടുത്താൽ ഇത് തന്നെ കിട്ടത്തില്ല. കണ്ടാ, ഇതിന്റെ നെഗേഷൻ ഇത്, ഇതിന്റെ നെഗേഷൻ ആണ് ഇത്. അപ്പൊ ഇതിന്റെ നെഗേഷൻ എടുത്താൽ എന്ത് കിട്ടും? ഇത് തന്നെ കിട്ടും. സിമ്പിൾ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നെഗേഷൻ എങ്ങനെ എഴുതാം? കണ്ടാ, ഇതെന്താണ്? കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കൺജക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്താണ്? ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സിമ്പിളാണ്, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി സബ്സെറ്റ് ഓഫ് എക്സ്. എയും ബിയും എക്സിന്റെ സബ്സെറ്റ് ആണ് ആൻഡ് സ്മോൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. സ്മോൾ എക്സ് എന്നാണ് ക്യാപിറ്റൽ എക്സിന്റെ ഒരു എലമെന്റ് ആണ്. അതൊക്കെ വിട്ടേക്കുക. റൈറ്റ് ഡൗൺ വെൻ ഈസ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ഈസ് ട്രൂ. എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി, ഇത് ട്രൂ ആകുന്നത് എപ്പോഴാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ യൂണിയൻ ബിയുടെ നെഗേഷൻ എഴുതാം. അതെന്താണ്? എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി, ഇതാണ് നെഗേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി, ഇതാണ് നെഗേഷൻ. ഓക്കെ. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബിയുടെ നെഗേഷൻ എന്താണ്? എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി അല്ലേ? ഇത് ശരിയാകുന്ന എപ്പോഴാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അത് ശരിയാകുന്ന എപ്പോഴാണ്? ഇതിന്റെ നെഗേഷൻ എടുത്താൽ മതി. അതെങ്ങനെ എഴുതും? ഇതെന്താണ്? ഡിസ്ജങ്ഷൻ ആണ്. ഡിസ്ജങ്ഷന്റെ നെഗേഷൻ എഴുതാൻ എന്താണ്? നമ്മൾ നോക്കിയതാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയാൽ മതി. എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. ഓക്കെ അല്ലേ? അപ്പം ഈ കണ്ടീഷനിലാണ് നമ്മുടെ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ട്രൂ ആകുന്നത്. ഓക്കെ അല്ലേ?